Good afternoon all. Good afternoon. Okay, class start ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് റേഡിയോളജി ആൻഡ് ഇമേജ് സർവീസില് ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞു. എന്താണ് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI. ഇത്രയും 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ കഴിഞ്ഞ ക്ലാസ്സില്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ പറഞ്ഞു. MRI ഏകദേശം പറഞ്ഞു എന്ന് തോന്നുന്നു. പറഞ്ഞിരിക്കില്ലേ? 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? എക്സ്റേ, അൾട്രാസൗണ്ട്, CT ആൻഡ് MRI കംപ്ലീറ്റ് ചെയ്തോ? ഓർക്കുന്നുണ്ടോ? റിപ്ലൈ ഒന്നും ഇല്ലാലോ. അവിടെ ഇല്ലേ ആരും ക്ലാസ്സില്? ക്ലാസ്സിൽ ആരും ഇല്ലേ? ചോദിച്ചതിനൊരു റെസ്പോൺസും ഇല്ലല്ലോ. MRI പറയാനുണ്ട്. ഓക്കെ. എക്സ്റേയും അൾട്രാസൗണ്ടും CT സ്കാനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം MRI. MRI എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MRI ചെയ്യണോ, MRI സ്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ MRIയുടെ ഫുൾ ഫോം എന്താ അറിയാമോ? MRI മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിങ് കേട്ടോ. എഴുതി വെച്ചോളൂ കേട്ടോ, സൈഡിലൊന്ന് എഴുതി വെച്ചോളൂ. MRIയുടെ ഫുൾ ഫോം സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ തനിയെ എഴുതോ? അതെ, ടൈപ്പ് ചെയ്തിട്ടുണ്ട് മീതു. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിങ്. ഓക്കെ, ഇനി എന്താണ് MRI? എപ്പോഴാണ് MRI സ്കാൻ എടുക്കുന്നത് എന്ന് പറയുന്നത്? നിങ്ങൾ നോർമലി കേട്ടിട്ടുള്ളത് എപ്പോഴൊക്കെയാണ് MRI എടുക്കുന്നത്? എപ്പോഴാണ് MRI ചെയ്യാറ്? എല്ലാത്തിനും നമുക്ക് ഏതൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും MRI ചെയ്യാനായിട്ട് പറയാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അതിനൊരു ബ്രെയിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ MRI എടുക്കുന്നു. നോക്കാം കേട്ടോ MRI എന്താണെന്ന്. MRI മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. Strong magnetic field and radio waves are used to view structure and create three-dimensional images. അതായത് ഈ MRI സ്കാനിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ റേഡിയോ വേവ്സും, റേഡിയോ വികിരണങ്ങളും അതുപോലെ തന്നെ മാഗ്നറ്റിക്കിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു നമ്മളെ രോഗം കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇതൊരു 3-dimensional ഇമേജ് ആണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. Shows blood clot damage, torn ligaments and tendons, other soft tissues abnormality invasive. അല്ലെ? നമ്മൾ പറഞ്ഞു കുറച്ചുകൂടി ഇഞ്ചുറീസ് ആയിട്ടുള്ള കേസുകൾക്കൊക്കെയാണ് നമ്മൾ MRI ചെയ്യിപ്പിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലെ നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളുടെയും സ്ട്രക്ചർ അല്ലെ, അല്ലെങ്കിൽ അവയവങ്ങളുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ നമ്മുടെ സെല്ലുകളുടെ കോശങ്ങളുടെ ടിഷ്യൂസ്, കോശങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് ക്ലോട്ട് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും അതുപോലെ ടോൺ ലിഗ്മെന്റ്സ്. എന്താ ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഗ്മെന്റ്സുകൾ കേട്ടിട്ടുണ്ടോ? ലിഗ്മെന്റ്സുകള് പൊട്ടിയ ലിഗ്മെന്റ്സുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സന്ധികള് അല്ലെ? ഇപ്പോ സന്ധികളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, എല്ലുകൾ അവന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും, പിന്നെ അതുപോലെ ടെൻഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നായുക്കള്, ഈ നമ്മുടെ നട്ടല് പോലെ അങ്ങനെയുള്ള സ്നായുക്കള്. അപ്പൊ ഇതിനെല്ലാം ഒരു 3-dimensional ആയിട്ടുള്ള ഒരു ഇമേജ് ലഭിക്കാനായിട്ടാണ് നമ്മൾ MRI ചെയ്യുന്നത്. സോ ഇതിന് ഉപയോഗിക്കുന്നത് റേഡിയോ ആൻഡ് മാഗ്നറ്റീവ് ആണ് നമ്മൾ MRIയിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിയത് ഇമേജിംഗ് കോമ്പോസേഴ്സ് ആണ്. ഇമേജിംഗിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI. ഓക്കെ, CT എന്ന് പറഞ്ഞാൽ അറിയാം, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. 4 ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. റേഡിയോളജി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പേജ് തന്നെയാണ് കേട്ടോ. പേജ് നമ്പർ ആണോ? ഓക്കെ, വായിച്ചു നോക്കാം. ഫസ്റ്റത്തെ 4 കാര്യങ്ങള് വായിക്കാം.
ക്ലാസ് തുടങ്ങിട്ടോ? തുടങ്ങിയോന്നാണോ ചോദിച്ചത്? ഓക്കെ. Then next അടുത്ത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന്. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഡിഫറെന്റ് ഏരിയാസ്. റേഡിയോളജിനെ നമ്മൾ 3 ഏരിയകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, then second one interventional radiology, then third one radiation oncology. അപ്പോ റേഡിയേഷന് നമ്മള് റേഡിയോളജിക്കൽ വർക്കിനെ നമ്മള് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ആദ്യത്തേതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസിസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ആ വേർഡ് ഡയഗ്നോസിസ്. എന്ത് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? ഡയഗ്നോസ്റ്റിക് കണ്ടുപിടിക്കുകയാണ്. എന്തിനെ കണ്ടുപിടിക്കുന്നു? രോഗനിർണയമാണ്, രോഗത്തെ കണ്ടെത്തുന്നതാണ് അല്ലെ. അപ്പോ ഡയഗ്നോസിസ് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഡിയോളജി ചെയ്യുന്നതിലൂടെ ആ രോഗത്തെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നോക്കാം. Radiologists employ imaging techniques like X-ray, ultrasound, CT scans, and MRI scans to identify disorder throughout the body. അല്ലേ? അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള എന്താണ് നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ രോഗത്തെ നമ്മൾ എക്സ്റേയിലൂടെയോ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയോ അല്ലെങ്കിൽ CT സ്കാൻ ഓർ MRI ഇതിലൂടെയെല്ലാം നമ്മൾ രോഗത്തെ കണ്ടെത്തുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ പേരിൽ തന്നെയുണ്ട്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ രോഗനിർണയം. റേഡിയോളജി അതായത് എക്സ്റേയിലൂടെ ഇപ്പൊ നമ്മൾ എക്സ്റേ എടുക്കുന്നു. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു ഭയങ്കര ചുമയായിട്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. വിട്ടുമാറാത്ത ചുമയൊക്കെ ആണെങ്കിൽ ഡോക്ടർ പറയും ഒന്ന് എക്സ്റേ എടുക്കാൻ പറയും. ചെസ്റ്റിന്റെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താം. സോ എക്സ്റേയുടെ റിസൾട്ട് നോക്കിയിട്ടാണ് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അതിന്റെ മെഡിസിൻ ആണ്, അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ രോഗത്തെ കണ്ടുപിടിക്കാനായിട്ടാണ് ഇതുപോലുള്ള എക്സ്റേ, അൾട്രാസൗണ്ട്, CT ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഓക്കെ, ഇനി അടുത്തത് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇനി ഇന്റർവെൻഷണൽ എന്താ? ഇന്റർവെൻഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവെൻഷണൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങള് ഇല്ലാന്ന് പറയണ്ട, പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്റർവെൻഷണൽ എന്താ? ഇന്റർവെൻഷണൽ എന്ന് പറഞ്ഞാല് മേബി എനിക്ക് തോന്നുന്നു OPD യിലായിരിക്കും നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, കൺസൾട്ടേഷൻ, ഇന്റർവെൻഷൻ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ഇന്റർവെൻഷൻ എന്ത്? ഇന്റർവെൻഷണൽ മീനിങ്. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപെടുക. അതായത് രോഗം കണ്ടുപിടിക്കുക മാത്രമല്ല, അതിൽ ഇടപെട്ട് അതിന് ട്രീറ്റ്മെന്റ്സും ഈ റേഡിയോളജി ചെയ്യുന്നു. നോക്കാം. Radiology that focus on the using minimally invasive interventional techniques, non-surgical treatments to diagnose and treat patients. അപ്പോ രോഗത്തെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് റേഡിയോളജിയിലൂടെ കൊടുക്കുന്നത്. മിനിമലി ഇൻവാസീവ്. മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സർജിക്കൽ. കീറി മുറിക്കണമെന്നില്ല, സർജിക്കലൊന്നുമല്ല. പക്ഷെ നമ്മൾ അധികം ആക്രമണകരമല്ലാത്ത രീതിയിൽ നമ്മൾ റേഡിയേഷനിലൂടെ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ്സും കൊടുക്കുന്നു. ഓക്കെ, ദിസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്? റേഡിയേഷൻ വഴി നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ഇമേജിംഗ് നമ്മള് ബ്ലഡ് വെസൽസിന്റെ നമ്മുടെ രക്തക്കുഴലുകളുടെ ട്രീറ്റ്മെന്റും അതിന്റെ ചികിത്സയും അതിന്റെ ഇമേജ് എടുക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആൻജിയോഗ്രഫി അല്ലെ. ആൻജിയോഗ്രഫി എന്താ? ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 2 ടൈപ്പ് കേട്ടിട്ടുണ്ടാകും അല്ലെ. ആൻജിയോഗ്രഫി ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. രണ്ടും സെയിം ആണോ? ആൻജിയോഗ്രഫിയും ആൻജിയോപ്ലാസ്റ്റി സെയിം തന്നെയാണോ? സെയിം ആണോ? ആൻജിയോഗ്രഫി ആൻഡ് ആൻജിയോപ്ലാസ്റ്റി അല്ല. എന്താണ് ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ചിലപ്പോൾ അറിയില്ലാത്ത കാര്യങ്ങളായിരിക്കും കേട്ടത്. നമ്മൾ കേട്ടിട്ടുണ്ട്, രണ്ടും ആൻജിയോഗ്രഫി കേട്ടിട്ടുണ്ട്, ആൻജിയോപ്ലാസ്റ്റി കേട്ടിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ഉപകരിക്കും. കാരണം ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ എന്ത്? ഈ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാല് നമ്മുടെ രക്തത്തിന്റെ നമ്മളുടെ ബ്ലഡ് വെസൽസിലുള്ള രക്തത്തിന്റെ ആ ഒരു ഒഴുക്ക് എന്താ പറയാ, അതിന് ബ്ലോക്ക് വരുന്നതാണ് ഈ ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. സോ ഈ രക്തക്കുഴലിലെ ബ്ലോക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളുടെ ബ്ലോക്ക് ആണോ, അല്ലെങ്കിൽ മറ്റു നമ്മളുടെ കൈകാലുകളിലേക്കുള്ള രക്തക്കുഴലുകളുടെ രക്തോട്ടം ഇല്ലായ്മയാണോ,
ഇത് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. കണ്ടെത്തുന്നത് എവിടെയാണ് ബ്ലഡ് മീൻസ് രക്തത്തിന്റെ ഒഴുക്കില്ലാത്തത്, ബ്ലോക്കായി കിടക്കുന്നത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ആൻജിയോഗ്രഫി. ഓക്കെ, ഇനി അപ്പൊ ആൻജിയോഗ്രഫിയിലൂടെ നമ്മൾ ആ ബ്ലോക്ക് കണ്ടെത്തി ബ്ലോക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ രണ്ടും? പ്ലാസ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് കണ്ടെത്തി നമ്മൾ എന്തെന്നോ സ്റ്റഡ് ഒക്കെ ഇടുന്നത്, അത് ആൻജിയോപ്ലാസ്റ്റി. ആദ്യം നമ്മൾ അത് കണ്ടെത്തുകയാണ്. ആൻജിയോഗ്രഫിയിലൂടെ എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടെത്തിയതിനു ശേഷം ആൻജിയോപ്ലാസ്റ്റിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബ്ലോക്ക് മാറ്റുന്നു. ഓക്കെ, രണ്ട് പ്രോസസ് ആണ് കേട്ടോ. ഗ്രഫി എന്ന് പറഞ്ഞാൽ കണ്ടെത്തുന്നത്, ആൻജിയോപ്ലാസ്റ്റി അതിനുശേഷമുള്ള പ്രോസസ്സ്. സ്ക്രീനിൽ കാണുന്നില്ല? കാണുന്നുണ്ട് എല്ലാവരും? കാണുന്നുണ്ട്, കുറച്ച് പേര് കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് കാണുന്നില്ല എന്നാണോ? ഓക്കെ. നമ്മൾ എടുത്ത അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലാസിഫിക്കേഷൻ വായിക്കാം, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഒന്ന് വായിക്കാം കേട്ടോ. കാണാലോ സ്ക്രീൻ? ഇന്റർവെൻഷണൽ എന്നും കൂടി പറയാം. ഓക്കെ, നോക്കാം കേട്ടോ. ഇന്റർവെൻഷണൽ നമ്മള് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ രോഗത്തെ കണ്ടെത്താനായിട്ട് നമ്മൾ ഇതുപോലെ എക്സ്റേ എടുക്കുന്നു, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ, MRI, ഇതിലൂടെയൊക്കെ നമ്മൾ രോഗത്തെ കണ്ടെത്തുന്നു, അല്ലെ, രോഗം നിർണ്ണയിക്കുകയാണ്. ദെൻ ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗത്തെ കണ്ടെത്താൻ മാത്രമല്ല ട്രീറ്റ്മെന്റിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇന്റർവെൻഷണൽ, ഇടപെടുന്നത്. അതായത് രോഗം കണ്ടെത്തുക മാത്രമല്ല മറിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ്സ് കൂടി, ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് ഈ ഇടപെടുക എന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതിന്റെ എന്തൊക്കെയാണ് ഇടപെടലുകൾ എന്നാണ് ഇനി പറയുന്നത്. എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ പറഞ്ഞു പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത് ഇമേജിങ്, ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്. ബയോപ്സി പ്രൊസീജിയേഴ്സ് അല്ലെ, ബയോപ്സി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബയോപ്സി പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻസറിന്റെ കോശങ്ങളൊക്കെ ഉണ്ടാവുന്നത് കണ്ടെത്തുന്നതിനാണ് ബയോപ്സി, അല്ലെ. നമ്മുടെ ടിഷ്യൂവിന്റെ ഒരു സ്മോൾ പീസസ് എടുത്തുകൊണ്ട് നമ്മളത് മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കി ആ ഒരു പ്രോസസ്സിലൂടെയാണ് ക്യാൻസർ ഒക്കെ നമ്മൾ കണ്ടെത്തുന്നത്. അതുപോലെ കാർഡിയാക് കത്തീഡ്രൈസേഷൻ. എന്താ കാർഡിയാക് കത്തീഡ്രൈസേഷൻ? അതിന്റെ പ്രോസസ് ഒന്നും പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാം. കാർഡിയാക് കത്തീഡ്രൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാലോ? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. യെസ്, ഇവിടെയും അത് തന്നെയാണ്. നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ്, കൃത്യമായിട്ടുള്ള ഹാർട്ടിന്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ സ്ട്രക്ചറും മറ്റും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ എന്ന് പറയുന്നത്. കത്തീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ ട്യൂബാണ്. ഈ കത്തീറ്റർ ഉപയോഗിച്ച് ചെറിയൊരു നോർത്ത് ട്യൂബ് നമ്മുടെ ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾക്കുള്ളിൽ കൂടി കടത്തി വിട്ടിട്ടാണ് ഹാർട്ടിന്റെ ഫങ്ഷൻസ് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആ ഒരു പ്രൊസീജിയർ ആണ്
കാർഡിയാക് കത്തീറ്ററൈസേഷൻ. ഈ കത്തീറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഹാർട്ടിന്റെ ഫങ്ഷൻസ് ചെക്ക് ചെയ്യുന്നത് ആ ഒരു പ്രൊസീജിയർ. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ പേരുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പേര് മാത്രം ഓർത്ത് വെക്കുക. ഇനി പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി തന്നെ ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് ഈ ബലൂൺ തമ്മിലുള്ള ബന്ധം അറിയാമോ ആർക്കെങ്കിലും? ആൻജിയോപ്ലാസ്റ്റിക് ബലൂൺ ഡൈലേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളോ അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളിലേക്കുള്ള രക്തക്കുഴലുകളോ ഇവിടെയൊക്കെ ബ്ലോക്ക് വരുമ്പോൾ ആ ബ്ലോക്ക് നീക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ്, ബ്ലഡ് ക്ലോട്ട് മാറ്റാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു നേർത്ത ട്യൂബാണ്. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് പറയാട്ടെ എന്താണ് സംഭവം എന്ന്, ചിലപ്പോൾ അറിയില്ലാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ബ്ലഡ് വെസൽസിൽ കൂടി നമ്മൾ ചെറിയൊരു നേർത്തൊരു ട്യൂബാണ്. ഈ ട്യൂബിന്റെ അകത്തൊരു ബലൂൺ വെച്ചിട്ടുണ്ടാകും. സോ നമ്മുടെ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ കൂടി ട്യൂബ് കടത്തി വിടുമ്പോൾ ഈ ബലൂൺ എന്ത് ചെയ്യുന്നു, ബലൂൺ വീർപ്പിക്കുന്നു. സോ ആ ബലൂൺ വീർക്കുന്ന ആ ഒരു ഏരിയയിൽ കൂടി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതൊക്കെ സ്മൂത്ത് ആയിട്ട് രക്തം എന്ത് ചെയ്യാൻ തുടങ്ങും, പമ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി നമ്മൾ ഈ ബലൂൺ ഈ ഒരു ആൻജിയോപ്ലാസ്റ്റിയുടെ ടൈമില് ഈ ബലൂൺ ഡൈലേഷൻ നടക്കുമ്പോൾ രക്തക്കുഴലുകൾ വികസിക്കുന്നു, വികസിച്ചിട്ട് ക്ലോട്ട് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഒഴുകാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ഈ ബലൂൺ ഡൈലേഷൻ മാറ്റി കഴിയുമ്പോൾ ഈ വീണ്ടും രക്തക്കുഴൽ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. സോ ഈ ചുരുങ്ങുന്നത് കാരണമാണ് നമ്മൾ ഈ സ്റ്റഡ് ഇടുന്നത്. സ്റ്റഡ് ഇടുക എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലോ? ആരും കേട്ടിട്ടില്ല? ബ്ലോക്ക് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ സ്റ്റഡ് ഇട്ട് എന്ന് പറയും. ഒരു അലൂമിനിയം മെറ്റൽ പോലത്തെ ഒരു ചെറിയൊരു സംഭവമാണ് ഈ സ്റ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബലൂൺ ഡൈലേഷൻ ചെയ്യുമ്പോൾ അത് നമ്മള് രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് രക്തം മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ അത് നമ്മൾ ആ ട്യൂബ് പുറത്തേക്ക് എടുക്കുമ്പോൾ വീണ്ടും ഇത് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. ആ ചുരുങ്ങി പോകാതെ അത് നല്ല രീതിയിൽ വികസിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റഡ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് പഠിക്കേണ്ടതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് പുതിയ മീൻസ് ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് ഈ പ്രോസസ് എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഓങ്കോളജി ഈസ് റിലേറ്റഡ് ടു ക്യാൻസർ പേഷ്യൻസിന്റെ ഇടയിൽ നമ്മൾ ഓങ്കോളജി വാർഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? നോക്കാം. Radiation oncology is used for performing radiation-based therapy on cancer patients. Radiation oncology നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ പേഷ്യൻസിനുള്ള തെറാപ്പിക്കാണ് അല്ലെ? ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ റേഡിയേഷൻ ചെയ്യാറുണ്ട് അല്ലെ? കീമോ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ റേഡിയേഷൻ ചെയ്യും അല്ലെ? കീമോ അതുപോലെ റേഡിയേഷൻ ചെയ്യും. റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള ടിഷ്യൂസിനെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ്. Then high energy radiation utilized in the treatment destroy cancer cells. അല്ലെ? ഉയർന്ന എനർജിയിലുള്ള റേഡിയേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ആ ഭാഗത്ത് ഏത് സെല്ലിനാണോ ആ സെല്ലുകളുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ കൊടുക്കുന്നു. Then ആ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. And prevents them from proliferating എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് നമ്മൾ പൂർണ്ണമായിട്ടും ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്നു. റേഡിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതായത് സെൽസിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഇത് ഇല്ലാണ്ടാക്കി കളയുന്നു സെൽസിനെ. Thus this process can either regulate the problem or can cure it entirely. ഒന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഈ സെൽസിനെ നശിപ്പിച്ച് കളയുകയും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ആ കോശങ്ങളെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് അസുഖങ്ങളെ ഇത് തടയാനായിട്ടും സഹായിക്കുന്നുണ്ട്. പക്ഷെ റേഡിയേഷൻ ചെയ്തിട്ടും ക്യാൻസർ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ? ഉറപ്പ് പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് ആ സെൽസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, ചിലപ്പോൾ പൂർണ്ണമായിട്ടും എൻറ്റയർലി ആയിട്ട് റിമൂവ് ചെയ്യാനും സാധിക്കും. മേ ബി പറയാൻ പറ്റില്ല, റേഡിയേഷൻ ചെയ്താൽ വീണ്ടും വരുന്ന പേഷ്യൻസുകൾ ഉണ്ട് ഇല്ലേ? അപ്പൊ സെൽസിനെ നശിപ്പിക്കുന്നു, പുതിയ സെൽസ് ഉണ്ടെങ്കിലും വീണ്ടും രോഗം വരാനായിട്ട് ചാൻസ് ഉണ്ട്. റേഡിയേഷൻ ഓങ്കോളജി ഇപ്പൊ മൂന്നുമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ
Then oncology, radiation oncology. പ്രൊലിഫറേറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപിക്കാന്ന്, അതായത് വ്യാപനം തടയാനായിട്ട് സാധിക്കുന്നു. അതായത് ആ സെൽസിനെ നമ്മൾ നശിപ്പിച്ച് കളയാണ്, അപ്പൊ അത് പരക്കാനായിട്ട് ചാൻസ് ഇല്ലാന്ന്, നശിപ്പിച്ച് കളയുകയാണ്. റേഡിയേഷനിലൂടെ ആ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ അടുത്ത സെല്ലിലോട്ട് അത് ആകില്ലാന്ന്, വ്യാപനം തടയാൻ സാധിക്കും. മൂന്ന് ടൈപ്പ് ഒന്ന് വായിക്കാട്ടോ. ക്ലാസിഫിക്കേഷൻ: ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ, ദെൻ റേഡിയേഷൻ ഓങ്കോളജി. വായിച്ച് മനസ്സിലാക്കാനുള്ളൂ, അതിൽ വലിയ അണ്ടർലൈൻ ചെയ്യാനായിട്ടൊന്നും പ്രത്യേകിച്ചില്ല. വായിച്ച് മനസ്സിലാക്കുക ഓരോ ഏരിയകള്. കംപ്ലീറ്റ് ചെയ്തോ? മൂന്ന് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? അതിൽ വലിയ ഇമ്പോർട്ടന്റ് എന്താ പറയാ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, വായിച്ച് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദെൻ ഇനി നെക്സ്റ്റ് വൺ നോക്കുന്നത് ലൊക്കേഷൻ ആണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ. അപ്പോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എഴുതി വെച്ചിരിക്കുന്നത്? യെസ്, ഇത് കുറച്ചുപേരെ അറിയാം അല്ലെ? ഏത് ഫ്ലോറിലാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് റേഡിയോളജി? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഏത് ഫ്ലോറിലാണ്? മെയിൻ ആയിട്ട് ഗ്രൗണ്ട് ആണ്. എല്ലാവരും ഗ്രൗണ്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, ലൊക്കേഷനെ കുറിച്ചാണ് അടുത്ത കുറച്ച് പോയിന്റ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. ലൊക്കേഷനെ കുറിച്ച് ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്യാം. ചോദിക്കും ചിലപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് റേഡിയോളജിയുടെ. Then the ground floor is the optimal location for sophisticated equipments like CT, MRI scanners. എന്താ സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതിനുവേണ്ടി അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താണ് CT, MRI പോലുള്ള ഉപകരണങ്ങളൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണെന്ന്. ഈ വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ, അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ലൈക്ക് CT and MRI. Then the department not only cares for walk-in patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. ഇനി ഈ ഡിപ്പാർട്ട്മെന്റ് കെയർ ചെയ്യുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വാക്കിംഗ് പേഷ്യൻസ്, അതായത് ബുദ്ധിമുട്ടില്ലാതെ നടന്നു വന്ന് നമുക്ക് റേഡിയോളജി കൊടുക്കുന്ന പേഷ്യൻസ് മാത്രമല്ല, മറിച്ച് എമർജൻസി പേഷ്യൻസ്, അതുപോലെ അൺഎബിൾ ടു വാക്ക്, നടക്കാനൊട്ടും വയ്യാത്ത എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് റാപ്പിഡ് സ്കാനിങ് ടു മേക്ക് ഡയഗ്നോസിസ്. പെട്ടെന്ന് ഡോക്ടർ സ്കാനിങ് എഴുതുകയാണ്, എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. സോ ആ സ്കാനിങ് ചെയ്തിട്ട് വേണം ഡോക്ടറിന് ബാക്കി ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. സോ അങ്ങനെയുള്ള പേഷ്യൻസിനെയും നമ്മൾ ഡിപ്പാർട്ട്മെന്റിലോട്ട് സ്വീകരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വെക്കുന്നത്. ഒരു എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനും ചിലപ്പോൾ സ്കാനിങ്ങും MRI, CT ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വന്നേക്കാം. സോ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മൂന്നാമത്തെ പോയിന്റ്
നടന്നു വരുന്ന പേഷ്യൻസിന് മാത്രമല്ല, നടക്കാൻ പറ്റാത്ത അല്ലെ വാക്കിൻ പേഷ്യൻസിന് മാത്രമല്ല, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനും അവർക്കും ചിലപ്പോ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പരിക്ക് പറ്റിയിട്ടുള്ള ആക്സിഡന്റ് കേസ് ഒക്കെ ആണെങ്കിൽ തലയ്ക്ക് പരിക്കൊക്കെ പറ്റിയിട്ടാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് പറയും ഡോക്ടർ, ആദ്യം CT ചെയ്യിപ്പിക്കും അല്ലെ. CT സ്കാൻ എടുത്തിട്ട് അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി ട്രീറ്റ്മെന്റ്സ് പേഷ്യൻസിന് കൊടുക്കുന്നത്. സോ ഇതൊരു സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലാണെങ്കിൽ ഈ എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോറിൽ പോകേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യൻസ്, ഇൻപേഷ്യൻസ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പെട്ടെന്ന് തന്നെ OPDയിലുള്ള പേഷ്യൻസിന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്താനും, അതുപോലെ ഇൻപേഷ്യന്റിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യൻസിന് എത്തുവാനും, അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള പേഷ്യൻസിന് പെട്ടെന്ന് റീച്ചബിൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത്. It should not be put between other departments. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ കൊണ്ട് റേഡിയോളജി വെക്കാറില്ലാന്ന്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുള്ളവരാരൊക്കെയായിരുന്നു? അതിന്റെ ഇടയിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സെപ്പറേറ്റ് പോലെ ആയിരുന്നോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കിടക്കുന്നത്? സെപ്പറേറ്റ് ആയിട്ടല്ലേ? അല്ലെങ്കിൽ ഒരു എക്സ്റേ എന്താ പറയാ, ഒരു ലബോറട്ടറിയുടെ അടുത്തോ അല്ലെങ്കിൽ ഫാർമസിയുടെ അടുത്തായിട്ടൊക്കെയാണോ? അല്ല, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലല്ല, മറിച്ച് കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റേഡിയേഷൻ വെക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്? റീസൺ ഒന്നുമില്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയാണോ? സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതിന് ഏതെങ്കിലും റീസൺ ഉണ്ടോന്ന് മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കാത്തത് എന്തുകൊണ്ടാണ്? ആ റേഡിയേഷൻ വികിരണങ്ങളൊക്കെ പുറത്ത് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുത്താൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവർ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടല്ല. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ റേഡിയേഷൻ വരില്ല. ഓക്കെ, it should have some room for expansion at a later date. It should have some room for expansion. ഈ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ ആയിട്ട് തന്നെ കുറച്ചും കൂടി അവർക്ക് എക്സ്പാൻഷൻ ചെയ്യാനായിട്ടുള്ള ഒരു റൂമും ഓൾറെഡി സ്പേസ് ഇട്ടിട്ടുണ്ടാവുന്നത്. ഭാവിയില് ഫ്യൂച്ചറിൽ കുറച്ചും കൂടി അത് വിപുലീകരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാകും. Then flexibility, expandability and upgradability required to be taken into account while visiting the department. അതായത് എന്താണ് പറയുന്നത്? ഒരു എന്താ പറയാ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വഴക്കം, ഒരു നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. എക്സ്പാൻഡബിലിറ്റി, വിപുലീകരണം, ഇതുപോലെ എക്സ്ട്രാ സ്പേസ് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ അപ്ഗ്രേഡബിലിറ്റി, നവീകരണങ്ങൾ, ഫെസിലിറ്റികളൊക്കെ കുറച്ച് നവീകരിച്ചുകൊണ്ടിരിക്കണം. ടേക്കൺ അക്കൗണ്ട് വൈ സിറ്റിംഗ് ദി ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഫ്ലെക്സിബിലിറ്റി വേണം, വിപുലീകരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ദെൻ അപ്ഗ്രേഡബിലിറ്റി, പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുവരാം, നവീകരണങ്ങളൊക്കെ കൊണ്ടുവരണം. ഓക്കെ, ഇത്രയുമാണ് റേഡിയേഷന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലൊക്കേഷനിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വൺ ഗ്രൗണ്ട് ഫ്ലോറിലാണ് റേഡിയേഷൻ വിഭാഗം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും സേഫ് എന്ന്, അതായത് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള CT MRI ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ദെൻ ഡിപ്പാർട്ട്മെന്റ് വാക്കിൻ പേഷ്യൻസ്, ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ മാത്രമല്ല മറിച്ച് എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു. ദെൻ OPDയിൽ നിന്നും ഇൻപേഷ്യന്റിൽ നിന്നും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈസി റീച്ചബിൾ ചെയ്യാനായിട്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആവശ്യമാണ്. ദെൻ അൺഎബിൾ വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നടക്കാൻ പറ്റാത്ത പേഷ്യൻസ്, ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് അല്ലെ, തനിയെ നടന്നു വന്ന് ഇപ്പൊ എക്സ്റേ എടുക്കാനോ റേഡിയേഷൻ എടുക്കാനോ പറ്റുന്ന പേഷ്യൻസിനും, അതുപോലെ അൺഎബിൾ ടു വാക്ക്, സ്വയം ഒരാളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ചിലപ്പോൾ വീൽ ചെയറിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, തനിയെ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേഷ്യൻസിനും അൺഎബിൾ ടു വാക്ക്. അതുപോലെ തീരെ ബുദ്ധിമുട്ടുള്ളവരെ, എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസുകൾ. ഓക്കെ, then it should not be put between other departments. മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല, സെപ്പറേറ്റഡ് ആയിരിക്കണം. Then expansion ഉള്ള സൗകര്യം ഉണ്ടായിരിക്കാം. Then flexibility വേണം, expandability and upgradability.
ഇത്രയുമാണ് ലൊക്കേഷനിൽ പറയുന്നത്. മനസ്സിലായ ആർക്കും ലൊക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങള്? പോയിന്റ്സുകളൊക്കെയാണോ ലൊക്കേഷനിലെ? ഇനി ഒന്ന് വായിച്ചു നോക്കിയ ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പ്രത്യേകം ഞാൻ പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ നോട്ട് ചെയ്ത് വെക്കണം. വായിക്കുമ്പോ തന്നെ നിങ്ങൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വായിക്കാം. ദെൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ആ മനസ്സിലാക്കി വായിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ അത് മനസ്സിലോട്ട് കയറണം. ദെൻ നിങ്ങൾക്ക് ഇനി ഒരു ജസ്റ്റ് റിവിഷൻ ചെയ്താൽ അത് കിട്ടും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ ലൊക്കേഷൻ. കംപ്ലീറ്റ് ചെയ്തല്ലോ എല്ലാവരും. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഫിസിക്കൽ ഫെസിലിറ്റീസ്, റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസും സ്പേസ് അസസ്മെന്റും എന്തൊക്കെയാണെന്ന് നോക്കാം. റിസപ്ഷൻ കൺട്രോൾ രജിസ്ട്രേഷൻ ഏരിയ, ഒരു റിസപ്ഷൻ കൺട്രോളും രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും. പേഷ്യന്റ് വെയിറ്റിംഗ് റൂം, പേഷ്യൻസിന് ആ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്. സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്, പേഷ്യൻസിന്റെ റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യാനും അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്കിനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡ്ലി ലൊക്കേറ്റഡ് close by X-ray rooms should have provision for viewing and charting films. റേഡിയോളജിസ്റ്റിന്റെ ഒരു ഓഫീസ് ഉണ്ടാവും. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ റേഡിയോളജി ചെയ്യുന്ന വ്യക്തി. ഈ റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് അവിടെയാണ്. ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ എക്സ്റേ റൂംസ്, എക്സ്റേ റൂംസിന്റെ ക്ലോസ് അടുത്തായിട്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് എക്സ്റേ റൂംസ്, അതായത് നമ്മുടെ എക്സ്റേ എടുക്കുന്ന ഫിലിംസ് വ്യൂ ചെയ്യാനും അതിനെ ചാർട്ടിങ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്റേ റൂം ഉണ്ടാകും. അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ എക്സ്റേ റൂം? അതിലേക്ക് എങ്ങനെ പ്രവേശനം ഉണ്ടോ? നമുക്ക് കാണണമെന്ന് ആഗ്രഹവും ഉണ്ടാവും അല്ലെ. ചെറുപ്പത്തിലെ നാളിലെ ഒരു എക്സ്റേ റൂമില് ഭയങ്കര ഇരുട്ടായിട്ടുള്ള ഒരു റൂമായിരിക്കും ഇല്ലേ? നമ്മൾ പലവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കുമ്പോൾ എന്നൊക്കെ കുറിച്ച് മീൻസ് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഉണ്ടോ? ആരും ആഗ്രഹിച്ചിട്ടില്ല. പ്രവേശനം ഉണ്ടോ, എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കണേന്നൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ആഗ്രഹം ഒക്കെ ഉണ്ടാവും. വലുതായിട്ടൊക്കെ അല്ല കേട്ടോ, ചെറുപ്രായത്തിലൊക്കെ ആണെങ്കിൽ അല്ലെ, ഒരു ഇരുട്ട് റൂമൊക്കെ ഇരിക്കും അല്ലെ. അപ്പൊ അതിനകത്തോട്ട് മറ്റുള്ളവർക്ക് പ്രവേശനമൊന്നും ഇല്ല, ഓൺലി സ്റ്റാഫുകൾക്ക് മാത്രം പ്രവേശനമൊക്കെ അനുവദിച്ചിട്ടുള്ളൂ അവിടെ. ഇത്രയുമാണ് ഫിസിക്കൽ ഫെസിലിറ്റീസിൽ പറയാനായിട്ടുള്ളത്. വായിച്ചു നോക്കുക കേട്ടോ ഫിസിക്കൽ ഫെസിലിറ്റി. നെക്സ്റ്റ് വൺ നോക്കാം. റേഡിയേഷൻ റിസ്ക്. ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ് ആണ്, എങ്കിലും അതിന് സൈഡ് എഫക്ട്സുകൾ ഉണ്ട് അല്ലേ?
അപ്പൊ എന്തൊക്കെയാണ് റേഡിയേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസ്കുകൾ എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെർവർ ഇഫക്റ്റ് അല്ലെ, അതായത് അതികഠിനമായിട്ടുള്ള പെട്ടെന്നുള്ള ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെവി ഡോസിങ് ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. സ്ട്രെച്ച് എന്ന് വെച്ചാൽ പീരീഡ്, ഒരു ഷോർട്ട് പീരീഡ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ഹെവി ഡോസ്, ഹൈ ഡോസിലുള്ള റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സെറിബ്രൽ കണ്ടോ, സെറിബ്രൽ എന്ന് വെച്ചാല് നമ്മുടെ തലച്ചോറ്, സെറിബ്രൽ സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. സെറിബ്രൽ സംബന്ധമായിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് കൺവൾഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ ആൻഡ് ഹെഡ് ഏക്ക്. എന്താ കൺവൾഷൻസ് എന്ന് പറഞ്ഞാൽ? കൺവൾഷൻസ് കേട്ടിട്ടുണ്ടോ? കൺവൾഷൻസ്, ഷിവറിംഗ് എന്നൊക്കെ പറയില്ലേ, ഒരു വിറയല്, നമ്മൾ പനിയൊക്കെ വരുമ്പോ ഭയങ്കര വിറക്കൂലേ, വിറയല്, ഇതിനായിട്ടോ ഷിവറിംഗ് ഒക്കെ പറയില്ലേ, അത് തന്നെയാണ് കൺവൾഷൻ എന്ന് പറയുന്നത്. Then obscuring of vision. Obscuring of vision എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ണിന്റെ കാഴ്ച മറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, കാഴ്ചശക്തി കുറവ്, മങ്ങലൊക്കെ തോന്നും. ഇപ്പൊ നമുക്ക് അക്ഷരങ്ങളൊക്കെ പെട്ടെന്ന് അത് കുറച്ച് അകലെയുള്ളതൊക്കെ വായിക്കാൻ പറ്റാതെ വരിക, കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥ. Then headache, തലവേദന അല്ലെ, ഇതൊക്കെയാണ് സെറിബ്രൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ്. കൺവൾഷൻ, വിറയൽ വരുന്നു, ഒബ്സ്ട്രക്റ്റിംഗ് വിഷൻസ് അല്ലെ, നമുക്ക് കാഴ്ചയും മങ്ങുന്നൊരു അവസ്ഥ, അതുപോലെ ഹെഡേക്ക്. ഇനി ഗ്യാസ്ട്രിക് സംബന്ധമായിട്ട്, നമ്മുടെ വയറ് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. എന്താ നോസിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോസിയ ഇങ്ങനെ ഒക്കാനം വരിക എന്നൊക്കെ പറയില്ലേ നമുക്ക്, നമ്മൾ പറയുന്ന ഇങ്ങനെ എന്താ പറയാ, ശ്രദ്ധിക്കാൻ എന്നെ പോലെ ഒരു തോന്നൽ എന്ന് പറയും അല്ലെ. Then vomiting അല്ലെ, വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. നമ്മള് ഏകദേശം എനിക്ക് തോന്നുന്നു റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞ ഒരു 1 വീക്കോളം വോമിറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അങ്ങനെ കേട്ടിട്ടുണ്ടാവും. മീൻസ് ക്യാൻസർ പേഷ്യൻസിനൊക്കെ അവർക്ക് റേഡിയേഷൻ ചെയ്യുമ്പോൾ എന്താ പറയാ, ഭയങ്കര ടയേർഡ് ആയി പോകാറുണ്ട്, ബോഡി വളരെയധികം വീക്കായി മാറും അല്ലെ. കാരണം അത്രയും ഡോസുള്ള ഹെവി ഡോസാണ് നമ്മള് റേഡിയേഷനിലൂടെ കൊടുക്കുന്നത്. സോ അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ നോസിയ, ഒക്കാരം വരിക, അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാവും, ബോഡി വളരെ വീക്ക് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ചകളോളം അതിന്റെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അല്ലെ. ഹസ്ബൻഡിന്റെ ഓക്കെ. അപ്പോൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ 1-2 ആഴ്ചത്തേക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ റേഡിയേഷൻ ചെയ്യുന്നതിന്റെ സൈഡ് ഇഫക്റ്റ് ആണത്. പക്ഷെ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അതൊരു നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ റേഡിയേഷൻ ചെയ്യണം. പക്ഷെ അത് കഴിഞ്ഞിട്ടും അതിന്റെ സൈഡ് എഫക്റ്റ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോ ഗ്യാസ്ട്രിക് ആയിട്ട് വരുന്നതാണ് നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. അതായത് അബ്ഡോമൻ വെച്ചാൽ അറിയാലോ, നമ്മുടെ വയറിന്റെ ഒരു സൈഡ്, ഒരു ഭാഗത്ത് മാത്രമായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ഒരു വേദന, വയറുവേദന, എല്ലായിടത്തും അല്ല, ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിട്ടൊക്കെ ഉള്ളൊരു വയറുവേദനയൊക്കെ വന്നിരിക്കാം. ദെൻ ബ്ലഡ്, നമ്മുടെ രക്തം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, അനീമിയ വരാം, വിളർച്ചയൊക്കെ ഉണ്ടാകാം. ദെൻ നാരോ ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മജ്ജകൾക്കുള്ള ഡിപ്രഷൻ, നമ്മുടെ മജ്ജകളൊക്കെ വർക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ. ഇത്രയുമാണ് സെർവർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരുന്ന ഇഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി ക്രോണിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്രോണിക് എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും മാറില്ല, കുറെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഓവിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ, അതായത് ഓവിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് എക്സ്പോഷർ, അതായത് റേഡിയേഷൻ ഒരു തവണയല്ല, ചില പേഷ്യൻസുകളൊക്കെ ഇടവിട്ട് ചെറിയ ഡോസിൽ റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഓരോരുടെ സ്റ്റേജിനനുസരിച്ചിട്ടാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. ഒറ്റ ഡോസിലല്ല, ചെറിയ ഡോസില, ചിലപ്പോൾ 1-2 ദിവസം ഇടവിട്ടൊക്കെ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ടാകാം. 1-2 പ്രാവശ്യങ്ങളിലായിട്ട് റേഡിയേഷൻ ചെയ്യും. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കിന്ന് ബേസ്ഡ് ആയിട്ടുള്ളത്, നമ്മുടെ സ്കിൻ സംബന്ധമായിട്ട് വരുന്നത് ഹെയർ ലോസ്, ബ്രിറ്റിൽ നെയിൽസ്, നമ്മുടെ മുടി നഷ്ടപ്പെടാം അല്ലെ, ഹെയർ ലോസ് സംഭവിക്കുന്നു. അതുപോലെ ബ്രിറ്റിൽ നെയിൽസ് എന്ന് വെച്ചാൽ നഖം പൊട്ടിപ്പോകുക, നഖത്തിന് ബലം ഉണ്ടാവില്ല ഒട്ടും, നഖം തനിയെ, കൈകാലുകളുടെ നഖങ്ങളൊക്കെ തനിയെ കൊഴിഞ്ഞു പോകുക, ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ബ്ലഡ് സംബന്ധമായിട്ട് വരുന്നത് അനീമിയ വരാം, ലുക്കീമിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ. ഓക്കെ, അനീമിയ ലുക്കീമിയയും സംഭവിക്കാം. ഇനി ഐ സംബന്ധമായിട്ട് വരുന്നതാണെങ്കിൽ കാറ്ററാക്ട് എന്ന് വെച്ചാൽ എന്താണ്? തിമിരം ബാധിക്കാം. നമ്മൾ പറഞ്ഞു
എന്താണ് കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോകുന്നൊരവസ്ഥ. സോ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ റേഡിയേഷൻ ചെയ്യുമ്പോൾ ഈ കാഴ്ച മങ്ങി അത് തിമിരത്തിലോട്ട് വരെ എത്താനായിട്ട് ചാൻസ് ഉണ്ട്. Then others, മറ്റു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? സ്റ്റെറിലിറ്റി, ഒബസിറ്റി ആൻഡ് ക്യാൻസർ. സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫെർട്ടിലിറ്റി, മങ്ങിയത. Then ഒബസിറ്റി, അമിതവണ്ണം വരാം. ഇതുപോലെ ലുക്കീമിയ പോലത്തെ ക്യാൻസറുകളും വന്നു ചേരാൻ ചാൻസ് ഉണ്ട്. ഇത്രയുമാണ് റേഡിയേഷൻ റിസ്കിൽ പറയുന്നത്. അപ്പോ എന്താണ്, ഒരു വശത്ത് പറയുകയാണെങ്കിൽ നമുക്ക് റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ആണ്. ഒരു മറുവശത്ത് പറയുകയാണെങ്കിലോ അത് റിസ്കുമാണ്. ഇല്ലേ? രണ്ടുമുണ്ട് അല്ലേ? നല്ല വശവുമുണ്ട്, പക്ഷെ അതിന് പിന്നിൽ എന്താണ്? ഒരു സൈഡ് ഇഫക്റ്റ്, ഒരു ചീത്ത വശവും ഉണ്ട്. രണ്ട് സൈഡും ഉണ്ട് അതിന്. നല്ല സൈഡും അതില് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വശവും കൂടി അതിലുണ്ട്. ഒബസിറ്റി എന്ന് വെച്ചാൽ എന്താ? അമിതവണ്ണം വരിക. അപ്പൊ ചിലവർക്ക് ഹോർമോൺസിലൊക്കെ ചേഞ്ചസ് ഒക്കെ സംഭവിക്കാം. അപ്പൊ ഭയങ്കര അമിതവണ്ണമൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. വായിച്ചു നോക്കാം കേട്ടോ. റേഡിയേഷൻ റിസ്ക് വായിക്കുക, എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചാല് മനസ്സിലാവുന്ന തരത്തിലാണ്. വലിയ ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ഒന്നും പറഞ്ഞിട്ടില്ല അതില്. Then next one, regulatory body. Another section ആണ്. Regulatory body. The Atomic Energy Regulatory Board, that is AERB. Textbookile capital ആണോ? ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ആണോ എന്ന് നോക്കി. ക്യാപിറ്റൽ ആണോ നടക്കുന്നത്? AERB എന്നുള്ളത് ക്യാപിറ്റൽ ആണോ? അല്ല. ക്യാപിറ്റൽ അല്ലാത്തവരാണെങ്കിൽ അതൊന്ന് ക്യാപിറ്റൽ ആക്കാം കേട്ടോ. ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ആക്കാം. ക്യാപിറ്റൽ അല്ലാത്തവരാണെങ്കിൽ ആ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ആക്കണം. ഓക്കെ. AERB, Atomic Energy Regulatory Board. ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ. അത് കംപ്ലീറ്റ് അതിന്റെ എക്സ്പാൻഡ് ഫോമില് അതിലെ ഫസ്റ്റ് ലെറ്റേഴ്സുകൾ ക്യാപിറ്റൽ ആക്കി എഴുതുക. എക്സ്പാൻഡ് ഫോം എപ്പോഴും എഴുതുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ആയിരിക്കണം ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഓക്കെ. ആറ്റോമിക്കിന്റെ A ക്യാപിറ്റൽ ആക്കാം, എനർജി E ക്യാപിറ്റൽ ആക്കണം, R റെഗുലേറ്ററി, ദെൻ B ക്യാപിറ്റൽ ആക്കാം. ഓക്കെ. മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ, ഒന്ന് ക്യാപിറ്റൽ ആക്കാം കേട്ടോ. ഇനി the Atomic Energy Regulatory Board, that is AERB, outlined by the central government. ഈ AERB എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് രൂപകൽപ്പന നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് AERB എന്ന് പറയുന്നത്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ AERB എന്താണെന്ന്? കേട്ടിട്ടുണ്ടോ? ഒരാളും കേട്ടിട്ടില്ല? ഇല്ല. ഓക്കെ. നമുക്ക് അതിനെ കുറിച്ച് ഒരുപാടൊന്നും പഠിക്കാനില്ല. എന്ത് സംഭവം നമുക്ക് നോക്കാം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ AERB കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് സംഭവം നോക്കാം. Is the professional authority as the regulatory board for granting renewal, withdrawal and revocation consent for nuclear and radiation facility. അതായത് സെൻട്രൽ ഗവൺമെന്റ് രൂപപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് AERB എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ന്യൂക്ലിയർ റേഡിയേഷൻ ഒക്കെ കൊടുക്കുമല്ലോ. ഈ റേഡിയേഷൻ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ റേഡിയേഷൻ കൊടുക്കുന്ന ഉപകരണങ്ങള് സുരക്ഷിതമാണോ, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടാണോ, അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഉറപ്പുവരുത്തുന്നത് ഈ ഒരു റെഗുലേറ്ററി ബോഡി പ്രകാരമാണ്
നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോഴുള്ള പ്രവർത്തനങ്ങളുടെ ഒരു എന്താ പറയാ മാർഗരേഖകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബോർഡാണ് AERB എന്ന് പറയുന്നത്. ഇനി ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. റിന്യൂവൽ, വിഡ്രോവൽ, റിവക്കേഷൻ, കൺസെന്റ് ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റി. അതായത് ന്യൂക്ലിയർ റേഡിയേഷൻ സൗകര്യങ്ങൾക്കുള്ളിൽ നവീകരണം, പുതിയ നവീകരണങ്ങൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ പിൻവലിക്കുക, ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ അതിന് പിൻവലിക്കുക, അതുപോലെ തന്നെ അസാധുവാക്കുക, റിവക്കേഷൻ വെച്ചാൽ അത് ഇല്ലാതാക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു ബോർഡിന്റെ കീഴിലാണെന്ന്. അതായത് നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഒരു നിബന്ധന എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു റൂൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മളത് പ്രവർത്തിക്കേണ്ടത്. സോ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ അവിടുത്തെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ അവിടുത്തെ ഓരോ പ്രൊസീജിയർ, അത് പുതിയ പ്രൊസീജിയർ കൊണ്ടുവരാനും ഇതിനെല്ലാം AERBയുടെ കീഴിലാണ് ചെയ്യുന്നത്. ഓക്കെ, അത്ര ഉള്ള അതിന്റെ ഡീറ്റെയിൽ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള നയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ AERB നമുക്ക് വേണ്ടി തരുന്നത്. ഫുൾ ഫോം പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കാറില്ല, AERB ചോദിക്കും കേട്ടോ. അത് ഫുൾ ഫോം പഠിച്ചു വെക്കണം. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും AERB ഫുൾ ഫോം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കാര്യം നോക്കുക, ഡയഗ്നോസ്റ്റിക് ഏരിയ. ഇനി നമ്മൾ രോഗനിർണയം നടത്താൻ പോകുന്ന ഏരിയയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഡയഗ്നോസ്റ്റിക് ഏരിയയിലെ കുറച്ച് പോയിന്റ്സുകളാണ്. രോഗനിർണയം, നമ്മൾ റേഡിയേഷൻ ചെയ്യാനായിട്ട് പോകുന്ന ആ ഏരിയയിലുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. റേഡിയോളജി റൂംസ് ആർ secluded so that people cannot come or meet 1 meter from its outside walls. റേഡിയോളജി റൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂർഡ് ആണെന്ന്. സെക്യൂർഡ് എന്ന് വെച്ചിട്ടുള്ള എന്താണ്, ഒരു ഒറ്റപ്പെട്ട ഏരിയ ആണത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലൊന്നും ആയിരിക്കില്ല, സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട ഏരിയയിലാണ്. സോ ദാറ്റ് പീപ്പിൾ കനോട്ട് കം 1 meter ഫ്രം ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾസ്. ഐസൊലേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അതുകൊണ്ട് തന്നെ പീപ്പിൾക്ക്, ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഔട്ട്സൈഡ്, ഈ നമ്മുടെ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഔട്ട്സൈഡ് വാള്, നമ്മുടെ ആ പുറത്തുള്ള ഒരു വാള് അല്ലെ, ആ ഒരു മതിലിന്റെ 1 meter ഔട്ട്സൈഡിന് അകലെ ആയിരിക്കണം എപ്പോഴും. അതായത് അതിന്റെ അടുത്ത് ആരും പേഷ്യൻസ്, മറ്റ് ആളുകൾ ആരും വരാൻ പാടില്ല. 1 meter അകലം പാലിച്ചിട്ട് വേണം ആളുകൾ അതിന്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ ആ ഒരു വാൾസിനോട് 1 meter അകലം പാലിച്ചിട്ട് വേണം നിൽക്കുവാനായിട്ട്. Okay, then the windows are avoided to lessen penetration of radiation in the nearby area. വിൻഡോസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കുകയാണെന്ന്. ഈ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റില് വിൻഡോസുകൾ ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് വിൻഡോസ് ഇല്ലാത്തത്? പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ, ജനാലകൾ ഒഴിവാക്കിയാണ്. പെനിട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മീൻസ് നമ്മള് നുഴഞ്ഞു കയറുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ നുഴഞ്ഞു കയറുക എന്ന് വെച്ചാല് എന്താണ്? നമ്മൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയറൊക്കെ ഉണ്ടാകുന്ന വികിരണങ്ങൾ, അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഒഴിവാക്കാൻ, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോസിനെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ജനാലകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ നമ്മൾ റേഡിയേഷൻ അകത്ത് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇൻഫെക്ഷൻസ് ഒക്കെ പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ പെനിട്രേഷൻ എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ, പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവോയ്ഡ് ചെയ്യുന്നത്. വിൻഡോസ് ഉണ്ടാവില്ല. Then all walls and doors to be painted washable paint of good quality. ഇനി റേഡിയേഷൻ ആ ഒരു റൂമില്ല, ഡോർസുകളും വാൾസ് അല്ലെ, മതിലുകളും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പെയിന്റ് വെച്ചായിരിക്കും പെയിന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് വാഷബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ക്വാളിഫൈ ആയിട്ടുള്ള പെയിന്റ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വാള് വാഷ് ചെയ്ത് കഴുകാനൊക്കെ ഉള്ളൊരു സംവിധാനങ്ങളുള്ള ഒരു പ്രോസസ്, ആ ഒരു അത്തരത്തിലുള്ളൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പെയിന്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. Then as per BARC അണ്ടർലൈൻ ചെയ്യണേ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്, അതൊരു റിസർച്ച് സെന്റർ ആണ് കേട്ടോ. ഈ റേഡിയോ ആക്റ്റീവിന്റെ ഒരു റിസർച്ച് നടത്തുന്ന റിസർച്ച് സെന്റർ ആണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, മുംബൈയിലാണത്. ആസ് പെർ ടു ബാർക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ Mumbai, the walls of the radiography rooms should be 9 inches thick concrete walls or 14 inches thick bright masonry walls. അതായത്
ഈ മുംബൈയിലുള്ള ആറ്റോമിക് റിസർച്ച് സെന്റർ ആയിട്ടുള്ള ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ പ്രകാരം അവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റേഡിയോഗ്രഫി റൂം എന്ന് പറയുന്നത് 9 ഇഞ്ച് തിക്ക് കോൺക്രീറ്റ് വാൾ ആയിരിക്കണം എന്ന്. അപ്പൊ അത്രയും തിക്കായിട്ടുള്ള 9 ഇഞ്ച് ആണ് അതിന്റെ അളവ് പറയുന്നത്. അപ്പൊ 9 ഇഞ്ച് തിക്കായിട്ടുള്ള കോൺക്രീറ്റ് വാൾ ആയിരിക്കണം. അല്ലെങ്കിൽ 14 ഇഞ്ചസ് ഉള്ള ഡ്രൈ മൺസറി വാൾസ്. മൺസറി വാൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൽഭിത്തികൾ എന്നൊക്കെ പറയില്ലേ. ഡ്രൈ എന്നുള്ളൊരു വേർഡ് അവിടെ ഇല്ല കേട്ടോ. മൺസറി വാൾസ് എന്ന് മാത്രം കൊടുക്കുക കേട്ടോ. PRI എന്ന് കൊടുത്തിട്ടുണ്ടോ ടെക്സ്റ്റില്? തിക് മൺസറി വാൾസ്. ബ്രിക്ക് എന്നാണോ? ഓക്കെ ഓക്കെ, ബ്രിക്ക് എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? ബ്രിക്ക് എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ബ്രിക്ക് കുഴപ്പമില്ല. കൽഭിത്തികൾ എന്നാണ് അർത്ഥം. PDF-ലെ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, കൽഭിത്തികളുള്ള മൺസറി വാൾസ് ആയിരിക്കണം. അത് ഈ ഒരു ആറ്റോമിക് റിസർച്ച് സെന്റർ പ്രകാരമാണ് അവരിങ്ങനെ പറയുന്നത്. കീപ് മിനിമം ഫർണിച്ചർ, ആവശ്യത്തിനുള്ള ഫർണിച്ചർ ഒക്കെ ഉണ്ടായിരിക്കണം. പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്ലൂം ഹുഡ്സ്, അതായത് വായു സഞ്ചാര മാർഗം ഉണ്ടായിരിക്കണം. അതായത് ഫ്ലൂം ഹുഡ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ പുകയും നീരാവിയൊക്കെ വരുമല്ലോ നമ്മൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ, അപ്പൊ അതിനൊക്കെ പോകാനായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. Then install an X-ray machine in the corner. X-ray machine കോർണറിൽ വേണം സ്ഥാപിക്കുവാൻ. So that there is enough moving space. അതുകൊണ്ട് തന്നെ കോർണറിൽ നമ്മൾ എക്സ്റേ മെഷീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മെഷീനാണ്. സോ അത് കോർണറിൽ സ്ഥാപിക്കാൻ. കോർണറിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഒക്കെ ലഭിക്കുന്നു. The flooring should be able to support a load of heavy machines, particularly if the lab is built on the top floors. അതായത് ലബോറട്ടറി ലാബ് മുകളിലത്തെ നിലയിലാണ് എങ്കിൽ നമുക്ക് ഈ ഭാരമേറിയ യന്ത്രങ്ങളും ഇതൊക്കെ താങ്ങാനായിട്ട് ഫ്ലോറിന് കഴിയണം. ഈ ഫ്ലോർ അത്യാവശ്യം നല്ല ഏബിൾ ആയിട്ടുള്ള ഫ്ലോറിംഗ് ആയിരിക്കണം ചെയ്യാനായിട്ട്. ഈ ലാർജ് എക്യുപ്മെന്റ്സിനൊക്കെ സപ്പോർട്ട് മീൻസ് ലാബ് എക്യുപ്മെന്റ്സിനെയൊക്കെ നമ്മൾ നിലനിർത്താനായിട്ടുള്ള ഫ്ലോർ അത്രയും നല്ല ക്വാളിഫൈ ആയിട്ടുള്ള ഫ്ലോറിംഗ് സിസ്റ്റം ആയിരിക്കണം. ഇത്രയുമാണ് ഡയഗ്നോസ്റ്റിക് ഏരിയയില നമ്മൾ പഠിച്ചത്. ഇങ്ങനെ വായിച്ചു നോക്കുക കേട്ടോ. ഡയഗ്നോസ്റ്റിക് ഏരിയ അതില് BARC ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കട്ടോ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഒന്ന് ബേബി ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജി വർക്കാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. 3 ക്ലാസ് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഡയഗ്നോസ്റ്റിക്, ഇന്റർവെൻഷണൽ, റേഡിയേഷൻ ഓങ്കോളജി. ദെൻ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ലൊക്കേഷൻ ആണ് നമ്മൾ നോക്കിയത്. മെയിൻലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ദെൻ ഫിസിക്കൽ ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് റേഡിയേഷനിൽ വരുന്ന റിസ്കുകളാണ്.
സെറിബ്രൽ ഇഫക്റ്റ്, സെറിബ്രൽസിനെ ബാധിക്കുന്നത് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള റിസ്കുകള്, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്. ദെൻ ക്രോണിക് ആയിട്ട് വരുന്ന ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിനെ ബാധിക്കുന്നത് ബ്ലഡ്, ഐ ആൻഡ് അതേഴ്സ്. ദെൻ റെഗുലേറ്ററി ബോഡി AERB ഇമ്പോർട്ടന്റ് ആണ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ദെൻ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ വരുന്ന പ്രത്യേകതകള് അതില് പാപ അറ്റോമിക് റിസർച്ച് സെന്റർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് റേഡിയേഷൻ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇടുത്ത അത്രയും നോക്കിയാ ക്ലിയർ ആണ് എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ട് ഈ ചാപ്റ്റർ? വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ, ഒരുപാട് പഠിക്കാനൊന്നും ഇല്ല, ഒരുപാട് ലെങ്തി ഒന്നും ഇല്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്നും പറഞ്ഞു വെച്ചത്. ഓക്കെ, അതിന്റെ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലാസ് ഒക്കെ ക്ലിയർ ആണോ? ഇനി എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കൂടി ഏകദേശം ഫസ്റ്റ് സെക്കൻഡ് വരെയുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇനി അധികം ചാപ്റ്റർ പോർഷൻസ് ഒന്നും ഇല്ല എടുക്കാനായിട്ട്. ഓക്കെ, ഇതും കൂടി ഉള്ളൂ. ഇനി എന്റെ ക്ലാസ് കൂടി മാത്രമേ നിങ്ങൾക്ക് അപ്പൊ കംപ്ലീറ്റ് ആവാനായിട്ട്? ബാക്കി എല്ലാ ദിവസവും എല്ലാം കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. ലേബർ റൂം കൂടി കുറച്ചുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളാണോ ഇപ്പൊ സ്ലോവിൽ പോയത്? നമ്മൾ സ്ലോവിലല്ലല്ലോ, അത്യാവശ്യം സ്പീഡിലൊക്കെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇനി മേ ബി എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളെ നമുക്ക് ക്ലാസ് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നാളത്തെ ഒരു ക്ലാസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.